ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ നമ്മുടെ പ്രിയപ്പെട്ട സ്വർഗസ്ഥ പിതാവുമായി നമുക്കെപ്പോഴും ഏത് സമയത്തും ബന്ധപ്പെടുവാൻ കഴിയുമെന്നാണ് തിരുവചനം ആവർത്തിച്ചു പറയുന്നത്. അപ്പോസ്തലപ്രവൃത്തികൾ 17-ാം അധ്യായം. അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വച്ച് അവനെ അന്വേഷിക്കുന്നു. അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിയുവിനെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. സെഖര്യാ പ്രവചനം 1-ാം അധ്യായം. എങ്കലേക്ക് തിരിയുവിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്കും തിരിയുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ നമ്മിൽ നിന്ന് അകലത്തിലല്ല, നമ്മുടെ അടുത്താണ്, നമ്മോടൊപ്പമാണ്. ചെടിയുക കണ്ണും കാതും കൊണ്ട് ദൈവത്തെ കാണുവാനും കേൾക്കുവാനും കഴിയില്ലായിരിക്കാം. പക്ഷേ നമ്മുടെ അപ്പൻ എപ്പോഴും നമുക്ക് സമീപസ്ഥനാണ്. പിതാവാം ദൈവത്തിന്റെ മക്കളായ സകല മനുഷ്യർക്കും അപ്പന്റെ അടുത്ത് ചെല്ലാം. ദിവ്യ സാന്നിധ്യത്തിലേക്ക് അനുവാദം കൂടാതെ കടന്നു ചെല്ലാം. പാപ കടബാധ്യതയും കുറ്റബോധവും മൂലം അപ്പന്റെ അടുക്കൽ നിന്ന് അകന്നുപോയ എല്ലാ മക്കൾക്കും, അപ്പ, ഞാൻ നിന്നോടും മനുഷ്യരോടും തെറ്റ് ചെയ്തു പോയി, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിച്ച് മടങ്ങിച്ചെല്ലാം. അപ്പനൊരിക്കലും മുഖം തിരിക്കില്ല, കടക്ക് പുറത്ത് എന്ന് പറയില്ല, കോപിക്കില്ല, പരിഭവം പറയുകയുമില്ല. സകല മനുഷ്യരുടെയും സ്നേഹനിധിയായ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കിലേക്ക് ആർക്കും എപ്പോഴും കടന്നു ചെല്ലാൻ തുറന്നിട്ടിരിക്കുന്ന കരുണയുടെ വാതിലാണ് ക്രിസ്തു. സകല ജനത്തിനുമുണ്ടായ മഹാസന്തോഷമാണ് ദാവീദിന്റെ പട്ടണത്തിൽ ഭൂജാതനായ നമ്മുടെ ക്രിസ്തു. പാപിനിയും ചുങ്കക്കാരനും ക്രൂശിലെ കള്ളനുമൊക്കെ സധൈര്യം പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന വിസ്മയ സ്നേഹത്തിന്റെ വാതിലാണ് ക്രിസ്തു. നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളും അതിലെ മനുഷ്യരുമൊക്കെയായി നമുക്ക് ഇടപെടാൻ കഴിയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം സ്വർഗീയ പിതാവുമായിട്ടും നമുക്കെപ്പോഴും ബന്ധപ്പെടാം. നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും സ്വർഗത്തിലെ അപ്പൻ നമുക്ക് സമീപസ്ഥനാണ്. യിരെമ്യാ പ്രവചനം 23-ാം അധ്യായം 23-ാം വാക്യം. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? നമ്മുടെ സ്വർഗസ്ഥ പിതാവ് സർവവ്യാപിയായിരിക്കുന്നതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്തുള്ളവർക്കും അപ്പൻ അടുത്തവനാണ്, സമീപസ്ഥനാണ്.
സ്ഥലകാലങ്ങളെ അതിജീവിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ സ്വർഗത്തിലെ അപ്പൻ എപ്പോഴും എല്ലാ സമയത്തും എല്ലാ മക്കളുടെ അടുത്തുമുണ്ട്. ദൈവത്തെ ഉപേക്ഷിച്ചും നിഷേധിച്ചും സംശയിച്ചും തള്ളിക്കളഞ്ഞുമൊക്കെ ചില മക്കൾ പിതാവിൽ നിന്ന് അകന്നു പോകാറുണ്ട്. പക്ഷേ ദൈവത്തെ വിട്ടകന്ന് അവർക്ക് എങ്ങും പോകാൻ പറ്റില്ല. 139 സങ്കീർത്തനം, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നദ്ധി വിട്ട് ഞാൻ എവിടെയാണ് ഓടി ഒളിക്കുക? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും അങ്ങുണ്ട്. പ്രഭാതത്തിന്റെ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് ഞാൻ വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ട് എന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാലോ? ഇരുട്ടുപോലും അങ്ങയ്ക്ക് ഇരുട്ടായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങയ്ക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. ജീവിത ദുരന്തങ്ങളിലും സഹനങ്ങളിലുമായിരിക്കുന്ന എൻ്റെ സർവ്വലോക സഹോദരങ്ങളെ, നമ്മളെല്ലാവരും സ്വർഗസ്ഥ പിതാവിൻ്റെ സ്വന്തം മക്കളാണ്. അവനിൽ ജീവിക്കുന്നവരും അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നവരുമാണ്. ആത്മീയ വേദികളിൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താത്തതുകൊണ്ട് നിരാശപ്പെടുന്ന നിഷ്കളങ്ക വിശ്വാസികളെ, സ്വർഗത്തിലെ അപ്പൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകലെയല്ല, തൊട്ടടുത്താണ്, നിങ്ങളോടൊപ്പമാണ്, നിങ്ങളിൽ തന്നെയാണ്. ഏത് സമയത്തും ഏത് സാഹചര്യങ്ങളിലും അപ്പന്റെ സ്നേഹ സാന്നിധ്യവും സ്വസ്ഥതയും ഉപാധികളില്ലാതെ നിങ്ങൾക്ക് അനുഭവിക്കാം. യോഹന്നാൻ 15 അധ്യായം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അതുപോലെ നിങ്ങൾ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും ഫലം കായ്ക്കുവാൻ കഴിയില്ല. 1 യോഹന്നാൻ 4 അധ്യായം. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. 2 കൊരിന്ത്യർ 13 അധ്യായം 13 വാക്യം. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശുഭാശംസകളോടെ എ.പി. ജോർജച്ചൻ.